ഗ്രൗണ്ട് ഓർക്കിഡ്സ് എന്ന് പറയുന്നത് മണ്ണിൽ വളർത്തുന്ന ഒരു കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെടുന്ന ഓർക്കിഡാണ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ്. ഇതിൽ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റികളും നാടൻ വെറൈറ്റികളും ഉണ്ട്. ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിരിക്കും ഏറ്റവും നല്ല പൂക്കളും ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും ഒരുപാട് ബുഷായും പ്ലാന്റ്സ് വരുന്നത്. ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം സൺലൈറ്റ് നമ്മൾ ഈ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ ഒരുപാട് തൈകളും ഒരുപാട് പൂക്കളും ഈ പ്ലാന്റ്സ് ഉണ്ടാവും. ഇതിൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ പോട്ടിംഗ് മീഡിയ ആണ്. പോട്ടിംഗ് മീഡിയയിൽ മണ്ണ് കൂടുതലായിട്ട് ആഡ് ചെയ്താൽ ഒരുപാട് തൈകൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകാനും വേരോടാനും ഒക്കെ ആയിട്ട് പോട്ടിംഗ് മീഡിയയിൽ സോയിലും കമ്പോസ്റ്റും പെർലൈറ്റും കൂടി മിക്സ് ചെയ്ത പോട്ടിംഗ് മീഡിയ ആണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എപ്പോഴും ചകിരിച്ചോറ് വളരെ കുറച്ച് വേണം ചേർക്കാനായിട്ട്. വെള്ളം വളരെ കുറച്ച് മാത്രം വേണ്ട പ്ലാന്റ് ആണ്. ഇതൊക്കെ നമുക്ക് സെയിൽസിനായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഈ ഒരു പോട്ടിലിരിക്കുന്ന പ്ലാന്റ്സിൽ എപ്പോഴും നമ്മൾ പോട്ടിംഗ് മീഡിയ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും പ്ലാന്റ്സ് വളരെ നല്ല ഫ്രഷ് ലുക്ക് തന്നെ എപ്പോഴും ഇരിക്കും. ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ വേഗത്തിലുള്ള വളർച്ചയ്ക്ക് ഫോളിയറായിട്ട് നമ്മൾ NPKയുടെ പലതരത്തിലുള്ള റേഷ്യോസിലുള്ള വളങ്ങൾ കൊടുക്കണം. 30, 10, 10, 13, 27, 27 ഫ്ലവറിങ്ങിനും 19, 19, 19 വിത്ത് മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് ന്യൂട്രിയൻസ് ലഭിക്കാനായിട്ടും കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇലകളിൽ നന്നായിട്ട് തളിച്ചു കൊടുക്കുക. സ്പ്രെയറിൽ തന്നെ വളരെ നന്നായിട്ട് ഇലകളും ഒരുപാട് പൂക്കളൊക്കെ നമ്മളിത് കൊടുത്താലുണ്ടാവും. ഇനി നമുക്ക് മണ്ണിൽ കൊടുക്കാനായിട്ട് ചാണകപ്പൊടി, DAP, അതുപോലെ വിവിധ തരത്തിലുള്ള കമ്പോസ്റ്റുകൾ, എല്ലുപൊടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷമായിട്ട് പ്ലാന്റ്സ് വളരും. ഇതൊക്കെ നമ്മൾ ഗ്രോവിങ്ങിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമ്മുടെ കയ്യിൽ ഇതെല്ലാം സെയിൽസിനും അവൈലബിൾ ആണ്. 12ഓളം കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ഉള്ളത്.